ഓഫീസിലെ പഞ്ചിങ് മെഷീനും മേലുദ്യോഗസ്ഥന്റെ നോട്ടവുമില്ലാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാം എന്നത് വലിയൊരു ആശ്വാസമാണോ? എന്നാൽ UAE-യിലെ പ്രവാസികൾ ഒന്ന് ജാഗ്രത കാണിക്കണം. നിങ്ങളുടെ സ്വീകരണ മുറി ഇപ്പോൾ ഒരു ഔദ്യോഗിക ഓഫീസ് മുറിയായി മാറിക്കഴിഞ്ഞു എന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പുതിയ സൂചന. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് പല കമ്പനികളും റിമോട്ട് വർക്ക് പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതോടൊപ്പം കർക്കശമായ ചില നിയമക്കുരുക്കുകളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ലോഗിൻ ചെയ്ത് വെറുതെ ഇരുന്നാൽ മതിയെന്നോ ഇഷ്ടമുള്ളപ്പോൾ ജോലി ചെയ്യാമെന്നോ കരുതുന്നവർക്ക് പണി കിട്ടും. നിങ്ങളുടെ ജോലി സുരക്ഷിതമായി നിലനിർത്താൻ അറിഞ്ഞിരിക്കേണ്ട പുതിയ റിമോട്ട് വർക്ക് നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷ സാഹചര്യങ്ങളും ജീവനക്കാരുടെ സുരക്ഷയും മുൻനിർത്തി UAE-യിലെ മിക്ക സ്വകാര്യ കമ്പനികളും റിമോട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യം പ്രോത്സാഹിപ്പിച്ചു വരികയാണ്. എന്നാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ നിയമങ്ങൾ ബാധകമല്ല, ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്താൽ മതി എന്നിങ്ങനെ കരുതുന്ന ചിലരുണ്ട്. UAE മാനവ വിഭവശേഷി മന്ത്രാലയം ഇപ്പോൾ അത്തരക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന അതേ നിയമപരമായ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും റിമോട്ട് ജീവനക്കാർക്കും ബാധകമാണെന്നാണ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. UAE നിയമപ്രകാരം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഓഫീസിന് പുറത്ത് ജോലി ചെയ്യുന്നതിനെയാണ് റിമോട്ട് വർക്ക് എന്ന് പറയുന്നത്. കൃത്യമായ തൊഴിൽ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിനാൽ ഓഫീസിൽ പോയിരുന്നപ്പോൾ ലഭിച്ചിരുന്ന അതേ ശമ്പളം, ജോലി സമയം, ഇൻഷുറൻസ്, അവധി ആനുകൂല്യങ്ങൾ എന്നിവയ്ക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കും അവകാശമുണ്ട്. കൂടാതെ ജോലിക്ക് ആവശ്യമായ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നൽകേണ്ടത് തൊഴിലുടമയുടെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രാലയം പറഞ്ഞു വെക്കുന്നുണ്ട്. പലപ്പോഴും റിമോട്ട് വർക്ക് ചെയ്യുന്നവർ നേരിടുന്ന പ്രധാന പരാതിയാണ് എപ്പോഴും ഓൺലൈനിൽ ഇരിക്കേണ്ടി വരുന്നു എന്നത്. എന്നാൽ നിയമപരമായി ഒരു ദിവസം 8 മണിക്കൂർ അല്ലെങ്കിൽ ആഴ്ചയിൽ 48 മണിക്കൂറാണ് ജോലി സമയമായി കണക്കാക്കുക. ഇതിൽ കൂടുതൽ ജോലി ചെയ്താൽ ഓവർടൈം തുകയ്ക്കും ജീവനക്കാർക്ക് അർഹതയുണ്ട്. കൂടാതെ ജോലി സമയത്തിനിടയിൽ കൃത്യമായ വിശ്രമവേളകളും നിർബന്ധമാണ്. ആഴ്ചയിൽ ചുരുങ്ങിയത് ഒരു ദിവസം ശമ്പളത്തോട് കൂടിയ അവധി നൽകണമെന്നും നിയമം പറയുന്നുണ്ട്. അവധിക്കാര്യങ്ങൾ ഓഫീസിലുള്ളവർക്കും വർക്ക് ഫ്രം ഹോം എടുക്കുന്നവർക്കും ഒരേപോലെ ബാധകമാണ്. 30 ദിവസത്തെ അവധിക്ക് പുറമെ 15 ദിവസം മുഴുവൻ ശമ്പളത്തോടും അടുത്ത 30 ദിവസം പകുതി ശമ്പളത്തോടും സിക്ക് ലീവ് എടുക്കുകയും ചെയ്യാം. 60 ദിവസത്തെ പ്രസവാവധി, പിതൃത്വാവധി എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം വന്നാൽ 20,000 ദിർഹം വരെ പരിരക്ഷ നൽകുന്ന തൊഴിലാളി സംരക്ഷണ ഇൻഷുറൻസും എല്ലാ ജീവനക്കാർക്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേസമയം അവകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളും പ്രധാനമാണ്. അത് മറക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ചെയ്യേണ്ട ജോലി മറ്റാരെയെങ്കിലും ഏൽപ്പിക്കുന്നത് ഗുരുതരമായ നിയമലംഘനമായിട്ടാണ് UAE കാണുന്നത്. അതിനാൽ ജോലി സമയത്ത് ഫോണിലോ ഇമെയിലിലോ പ്രതികരിക്കാതിരിക്കുക. ഇതിനു പുറമെ ജോലി തീർക്കുന്നതിൽ വൈകുക, ജോലി സമയത്ത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നിവയും ശിക്ഷാർഹമാണ്. വെറുതെ ലോഗിൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നും ജോലിയുടെ ഗുണനിലവാരം മോശമായാൽ നോട്ടീസ് നൽകാതെ പിരിച്ചുവിടാൻ പോലും തൊഴിലുടമയ്ക്ക് അധികാരമുള്ളതായും നിയമം പറയുന്നു. കമ്പനികൾക്ക് അവരുടെ ജീവനക്കാരെ ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴി നിരീക്ഷിക്കാനും അനുവാദമുണ്ട്. എന്നാൽ ഇത് ജീവനക്കാരന്റെ അന്തസ്സിനെയും സ്വകാര്യതയെയും ബാധിക്കാത്ത രീതിയിലും നിയമപരമായ പരിധിക്കുള്ളിലും ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച പ്രവാസികൾക്ക് നൽകുന്ന വലിയൊരു സൗകര്യമാണ് റിമോട്ട് വർക്കെങ്കിലും അത് നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല. നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം തന്നെ കമ്പനിയോടുള്ള കടപ്പാടുകൾ നിറവേറ്റാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. 8 മണിക്കൂർ ജോലി സമയവും കൃത്യമായ ശമ്പളവും ഇൻഷുറൻസും ഉറപ്പാക്കുന്ന UAE നിയമം ജോലിയിലെ ആത്മാർത്ഥതയില്ലായ്മയെ ഗൗരവകരമായി തന്നെയാണ് കാണുന്നത്. മന്ത്രാലയം നൽകുന്ന ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോയാൽ തൊഴിലുടമയുമായുള്ള നല്ല ബന്ധം നിലനിർത്താനും പ്രവാസ ജീവിതം സുരക്ഷിതമാക്കാനും സാധിക്കും. മാറിയ കാലത്തെ തൊഴിൽ സംസ്കാരത്തോട് പൊരുത്തപ്പെടുക എന്നതിനൊപ്പം നിയമങ്ങൾ അക്ഷരം പ്രതി പാലിക്കാനും ഓരോ പ്രവാസിയും തയ്യാറാകണം. സുരക്ഷിതമായും ഉത്തരവാദിത്തോടു കൂടിയും ജോലി ചെയ്യുക.